അറിയും. ഇനി പാർട്ട് 2 ബാക്കി. പാർത്ഥം നോക്കാം. കരാഗ്രേണ, കരം കയ്യ്, അഗ്രം അറ്റം, കയ്യുടെ അറ്റം കൊണ്ട്, സ്പൃഷ്ടം സ്പർശിക്കപ്പെട്ടത്, തുഹിനം മഞ്ഞ്, തുഹിനഗിരി മഞ്ഞുമല എന്ന് പറഞ്ഞാൽ ഹിമവാൻ, ഹിമവാനാൽ, ഹിമവാൻ എന്ന പർവ്വതത്താൽ, വാത്സല്യത്തോടെ സ്നേഹത്തോടെ, ഗിരീശേന, ഗിരീശൻ മഹാദേവൻ, ഗിരികളുടെയൊക്കെ ഈശനാണ് മഹാദേവൻ. ഉദസ്തം, ഉദസ്തം എന്ന് പറഞ്ഞാൽ ഉയർത്തപ്പെട്ടത്. അപ്പോൾ ഗിരീശേനോ ഉദസ്തം, അപ്പം തല താഴ്ത്തിയിരുന്ന ആ പർവ്വതത്തിൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ ആ താടിയെയാണ് ഇതിവിടെ പറയുന്ന ചുബുകം, താടിയെ പിടിച്ചുയർത്തിയിട്ട് എന്നർത്ഥം. മുഹുരധരപാനാകുലതയാണ്. വീണ്ടും വീണ്ടും അധരപാന ചെയ്യാനായി, അധരപാനം ചുണ്ടിനെ കുടിക്കാനായി, ആകുലത വ്യഗ്രത. അപ്പോൾ അതിനുള്ള അധരപാനം ചെയ്യാനുള്ള വ്യഗ്രതയോടെ എന്നർത്ഥം. കരഗ്രാഹ്യം, ഗ്രാഹ്യം എന്ന് പറഞ്ഞാൽ പിടിക്കുക. കരഗ്രാഹ്യം കൈ പിടിക്കാൻ, ശംഭോഹോ, ശംഭുവിൻ്റെ മുഖമുകുരവൃന്ദം, ആ ശംഭുവിൻ്റെ എന്നോ ശംഭുവിന് എന്നും എടുക്കാം. മുഖമുകുരവൃന്ദം, അതായത് മുകുരം എന്ന് പറഞ്ഞാൽ ദർപ്പണം, കണ്ണാടി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ പിടി, അതാണ് മുഖമാകുന്ന കണ്ണാടിയുടെ പിടി, അതിനെയാണ് മുഖമുകുരവൃന്ദം എന്ന് പറഞ്ഞത്. ഗിരിസുതയെ, ഗിരി എന്ന് പറഞ്ഞാൽ പർവ്വതം, സുത മകള്, പർവ്വത മകളെ, അല്ലയോ പാർവതീ ദേവി എന്നൊക്കെ അർത്ഥം. കഥങ്കാരം ഭ്രൂമഹ, എപ്രകാരം പറയും, ബ്രൂഹി എന്നൊക്കെ പറയുക, ബ്രൂ ശബ്ദം. അപ്പം തവ നിന്തിരുവടിയുടെ ചുപുകം ഔപമ്യരഹിതമായ, ഉപമിക്കാൻ പറ്റാത്തതായ നിന്തിരുവടിയുടെ ചുബുകത്തെപ്പറ്റി എങ്ങനെ വർണ്ണിക്കാനാണ്? കഥങ്കാരം, എപ്രകാരം, ഭ്രൂമഹ, എപ്രകാരം വർണ്ണിക്കും, എപ്രകാരം പറയും എന്നൊക്കെ അർത്ഥം. അപ്പം നമുക്കിവിടെ അർത്ഥം ഒന്ന് നോക്കാം. കരാഗ്രേണ സ്പൃഷ്ടം, ഗിരിരാജനാൽ കയ്യടെ അറ്റം കൊണ്ട് സ്പർശിക്കപ്പെട്ട എന്നർത്ഥം. തുഹിനഗിരിണ, ഗിരിരാജനാൽ, കരാഗ്രം കൊണ്ട്, കയ്യടെ അറ്റം കൊണ്ട്, സ്പൃഷ്ടം സ്പർശിക്കപ്പെട്ടത്, വാത്സല്യത്തോടുകൂടി, വാത്സല്യത്താൽ, സ്നേഹാധിക്യത്താൽ, ഗിരീശേനഹ ഉദസ്തം, മുഹുഹു, ഗിരീശേന പരമേശ്വരനാൽ, മഹാദേവനാൽ, മുഹു എന്ന് പറഞ്ഞാൽ പിന്നെയും, ഉദസ്തം ഉയർത്തപ്പെട്ടത്. അപ്പം പിന്നെയും ഉയർത്തപ്പെട്ടത് ആരാൽ? ഗിരീശനാൽ, പരമേശ്വരനാൽ, ഗിരികളുടെയൊക്കെ ഈശനാണ് മഹാദേവൻ. അപ്പോൾ ആ മഹാദേവനാൽ പിന്നെയും ഉയർത്തപ്പെട്ടത് എന്നർത്ഥം. അധരപാന ആകുലതയാ, അധരപാനത്തിനുള്ള ആകുലത, വ്യഗ്രതയോടുകൂടി, ആകുലത നിമിത്തം, വ്യാഗ്രത അല്ലെ വ്യഗ്രത നിമിത്തം, കരഗ്രാഹ്യം ശംഭോഹോ, ശംഭുവിൻ്റെ കരങ്ങളാൽ ഗ്രഹിക്കത്തക്കത്. അപ്പോൾ ശംഭുവിൻ്റെ കൈകൾ കൊണ്ട് പിടിക്കത്തക്കതായ മുഖമുകുരവൃന്ദം, മുഖമാകുന്ന കണ്ണാടിക്ക് പിടി, അല്ലയോ ഹിമവൽപുത്രി, അല്ലയോ പർവ്വതപുത്രി. കഥങ്കാരം ബ്രൂമ, എങ്ങനെ വർണ്ണിക്കാൻ പറ്റും, എങ്ങനെ പറയാൻ പറ്റും? തവ ചുബുകം ഔപമ്യരഹിതം, നിന്തിരുവടിയുടെ നിരുപമമായ ആ ചുബുകത്തെ, ചുബുകം എന്ന് പറഞ്ഞാൽ താടിയെയാണ് ചുബുകം എന്ന് പറയുന്നത്. ചുബുകത്തെ എങ്ങനെ വർണ്ണിക്കാൻ പറ്റും? ഔപമ്യരഹിതം,
ഉപമിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നിന്തിരുവടിയുടെ ആ ചുബുകത്തെ എങ്ങനെ വർണ്ണിക്കാൻ പറ്റും എന്ന് ഇത്. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. കരാഗ്രേണ സ്പൃഷ്ടം തുഹിനഗിരിണ വത്സലതയാ ഗിരീശേനോദസ്തം മുഹുരധരപാനാകുലതയാ കരഗ്രാഹ്യം ശംഭോർമുഖമുകുരവൃന്ദം ഗിരിസുതേ കഥങ്കാരം ഭ്രൂമസ്തവ ചുബുകമൗപമ്യരഹിതം. അല്ലയോ ഹിമഗിരിസുതേ, പർവ്വതപുത്രി, വാത്സല്യത്താൽ ഗിരിരാജനാൽ കരാഗ്രം കൊണ്ട് സ്പർശിക്കപ്പെട്ടതും അധരപാനത്തിനുള്ള ആകുലത നിമിത്തം പരമേശ്വരനാൽ പിടിച്ചു പിന്നെയും ഉയർത്തപ്പെട്ടതും ശംഭുവിൻ്റെ കരങ്ങളാൽ ഗ്രഹിക്കത്തക്കതും മുഖമാകുന്ന ദർപ്പണം എന്ന് പറഞ്ഞാലും ആശ എന്നൊക്കെ കണ്ണാടിക്ക് കുറേ പേരുണ്ട്. മുഖമാകുന്ന ദർപ്പണത്തിന് അല്ലെങ്കിൽ മുഖമാകുന്ന ഇവിടെ എന്താ പറഞ്ഞ മുഖമുകുരവൃന്ദം, മുഖമാകുന്ന കണ്ണാടിക്ക് ആധാരദണ്ഡുമായ നിന്തിരുവടിയുടെ സാദൃശ്യമില്ലാത്ത, അതാണ് ഔപമ്യരഹിതം, ഉപമിക്കാൻ പറ്റാത്ത സാദൃശ്യമില്ലാത്ത ചുബുകത്തെ ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കും? ഞങ്ങൾക്ക് എങ്ങനെയാണ് വർണ്ണിക്കാൻ കഴിയുക? എങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അതാണ് ചുബുകം, താടി. അപ്പം ലോകത്തിൽ ദേവി ചുബുകത്തിന് സാദൃശ്യമില്ല. വേറെ ഒരെണ്ണം ഉപമിക്കാനായിട്ട്, അതിനോട് ഉപമിക്കാൻ മറ്റൊന്നുമില്ല എന്നർത്ഥം. അപ്പം ശ്രീദേവി, അത് നമ്മുടെ ലളിതാ സഹസ്രനാമത്തിൽ നമ്മളൊരു നാമം പഠിച്ചില്ല, അനാകലിത സാദൃശ്യ ചുബുക ശ്രീ വിരാജിത എന്ന ആ അർത്ഥം തന്നെയാണ് ഇവിടെയും. ദേവിയുടെ ആ താടിയെ ഉപമിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ഇവിടെ അലങ്കാരധ്വനി, അനന്യ അലങ്കാരം എന്ന് പറയും ഈ ശ്ലോകത്തിൻ്റെ അലങ്കാരത്തെ. അപ്പം നമുക്കൊന്നുകൂടെ വായിച്ചിട്ട് അർത്ഥം നോക്കാം. കരാഗ്രേണ സ്പൃഷ്ടം തുഹിനഗിരിണ വത്സലതയാ ഗിരീശേനോദസ്തം മുഹുരധരപാനാകുലതയാ കരഗ്രാഹ്യം ശംഭോർമുഖമുകുരവൃന്ദം ഗിരിസുതേ കഥങ്കാരം ഭ്രൂമസ്തവ ചുബുകമൗപമ്യരഹിതം. അല്ലയോ ഹിമഗിരിസുതേ, വാത്സല്യത്താൽ ഗിരിരാജനാൽ കരാഗ്രം കൊണ്ട് സ്പർശിക്കപ്പെട്ടതും അധരപാനത്തിനുള്ള ആകുലത നിമിത്തം പരമേശ്വരനാൽ പിന്നെ ഉയർത്തപ്പെട്ടതും ശംഭുവിൻ്റെ കരങ്ങളാൽ ഗ്രഹിക്കത്തക്കതും മുഖമാകുന്ന ദർപ്പണത്തിന് ആധാരദണ്ഡുമായ നിന്തിരുവടിയുടെ സാദൃശ്യമില്ലാത്ത ചുബുകത്തെ ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കും? ഈ ലോകത്തിൽ ദേവിയുടെ ആ താടിക്ക്, ദേവിയുടെ ഓരോ അവയവങ്ങളെയും അതൊക്കെ ഉപമയില്ലാത്തതാണ്, ഉപമിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാണെന്ന് അർത്ഥം. കരാഗ്രേണ സ്പൃഷ്ടം തുഹിനഗിരിണ വത്സലതയാ ഗിരീശേനോദസ്തം മുഹുരധരപാനാകുലതയാ കരഗ്രാഹ്യം ശംഭോർ മുഖമുകുരവൃന്ദം ഗിരിസുതേ കഥങ്കാരം ഭ്രൂമസ്തവ ചുബുകമൗപമ്യരഹിതം. കരാഗ്രേണ, കരത്തിൻ്റെ അറ്റത്താൽ, സ്പർശിക്കപ്പെട്ടത് തുഹിന മഞ്ഞ്, ഗിരിണ ഗിരിയാൽ, തുഹിനഗിരി മഞ്ഞുമല, ഹിമവാനാൽ, വത്സലതയ വാത്സല്യത്തോടുകൂടി, ഗിരീശൻ മഹാദേവനാൽ, ഉദസ്തം ഉയർത്തപ്പെട്ടത്, മുഹുഹു വീണ്ടും, അധരപാന ആകുലതയ അധരപാനം ചെയ്യാനുള്ള വ്യഗ്രതയോടെ, കരഗ്രാഹ്യം കൈപിടി, ശംഭോർമുഖമുകുരവൃന്ദം ശംഭുവിൻ്റെ കണ്ണാടിയാകുന്ന മുഖത്തെ, ഗിരിസുതേ, അല്ലയോ പർവ്വതപുത്രി, കഥങ്കാരം ഭ്രൂമക എങ്ങനെ വർണ്ണിക്കാൻ പറ്റും? അതും എങ്ങനെയുള്ളത്? ചുബുകം ഔപമ്യരഹിതം, ഉപമിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചുബുകത്തെ എങ്ങനെ പറയാനാണ്, അതിൻ്റെ ഭംഗി എങ്ങനെ വർണ്ണിക്കാനാണ് എന്ന് അർത്ഥം. കരാഗ്രേണ സ്പൃഷ്ടം തുഹിനഗിരിണ വത്സലതയാ ഗിരീശേനോദസ്തം മുഹുരധരപാനാകുലതയാ കരഗ്രാഹ്യം ശംഭോർമുഖമുകുരവൃന്ദം ഗിരിസുതേ
കഥങ്കാരം ഭ്രൂമസ്തവ ചുബുഗമ ഔപമ്യരഹിതം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത ക്ലാസ് വരുമ്പോഴേക്കും ഹരിയും സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അമ്മേ നാരായണ. അപരാധ സഹസ്രാണി ക്രിയന്തേ ഹർനിശമ്മയ ദാസോ